ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഡിസംബർ 17 ഞായറാഴ്ച പഞ്ചമി തിഥിയാണ്. അന്ന് പഞ്ചമി തിഥി തുടങ്ങുന്നത് ഡിസംബർ 16 രാത്രി 8 മണി മുതൽ ഡിസംബർ 17 വൈകുന്നേരം 5:33 വരെയാണ്. അന്ന് ഒരു പ്രത്യേക ദിവസമാണ്. എന്താണ് ആ ദിവസം? വിവാഹ പഞ്ചമിയായിട്ടാണ് നമ്മളത് ആഘോഷിക്കുന്നത്. ആരുടെ വിവാഹമാണ്? ഭഗവാൻ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും വിവാഹ വാർഷിക ദിനമാണ് വിവാഹ പഞ്ചമി, ഡിസംബർ 17 ഞായറാഴ്ച. ഇന്ത്യയിലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ്, ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങൾ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലും നേപ്പാളിലും ഇത് വളരെ വിപുലമായി ആഘോഷിക്കാറുണ്ട്. നമ്മൾ കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കാറില്ല, അറിയാറില്ല. അത് നമ്മുടെ ഒരു പ്രത്യേക രീതിയാണ്. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നവർ ഓരോ ദിവസത്തെയും പ്രത്യേകത ഓർത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. അറ്റ്ലീസ്റ്റ് ആ ദിവസം എന്താണ് എന്നുള്ളതെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ ഡിസംബർ 17 ഞായറാഴ്ച ഭഗവാൻ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും വിവാഹ വാർഷികമാണ്. ഭഗവാൻ നാരായണൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമാണ് ശ്രീരാമൻ. ശ്രീരാമനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇച്ഛാശക്തി, ആത്മാഭിമാനം, മാനസികമായ കരുത്ത്, ദുരാചാരങ്ങളിൽ നിന്നുള്ള മുക്തി തുടങ്ങിയ കാര്യങ്ങളാണ് ഫലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിവാഹ പഞ്ചമി ദിവസം നേപ്പാളിൽ എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്? കാരണം സീതാദേവിയുടെ ജനന സ്ഥലം മിഥിലാപുരി ഇന്ന് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. സീതാദേവിയുടെ ജന്മസ്ഥലമായ മിഥിലാപുരി നേപ്പാളിലായതുകൊണ്ടാണ് അവിടുത്തെ ആളുകളും ഈ വിവാഹ പഞ്ചമി വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ഒപ്പം ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കാം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു മന്ത്രം, ഒരു നാമം, മന്ത്രമൊന്നുമല്ല, ഒരു നാമം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിത്യവും പാരായണം ചെയ്താൽ ഭഗവാനോട് അടുക്കുമെന്നും ഭഗവാൻ നമ്മളിലേക്ക് അടുക്കുമെന്നും ഭഗവാന് വളരെ പ്രിയപ്പെട്ടവരായി നമ്മൾ മാറുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ നാമം നിങ്ങൾ നിങ്ങളുടെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ നല്ലതാണ്. ഞായറാഴ്ച ദിവസം എല്ലാവർക്കും അവധിയാണ്. അതുകൊണ്ട് രാവിലെ ഭഗവാന് വിളക്ക് കത്തിച്ച് ഭഗവാൻ എന്തെങ്കിലും ഒരു മധുര പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വിവാഹ വാർഷികമാണ്, ഭഗവാനും ദേവിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഒന്നും ഫോട്ടോ പല വീടുകളിലും കാണത്തില്ല. എങ്കിലും ഒരു വിളക്ക് കത്തിച്ച് നമ്മൾ ഈ നാമം ചൊല്ലി ഭഗവാനാണ് എന്ന് സങ്കല്പിച്ച് നമ്മളത് നൈവേദ്യമായി വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരാളുടെ വിവാഹ വാർഷികം എങ്ങനെയാണോ നമ്മൾ ആഘോഷിക്കുന്നത്, അതേ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ ഭഗവാന്റെ വിവാഹ വാർഷികവും ആഘോഷിക്കുന്നത് വളരെ നല്ലതാണ്. അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ ഭഗവാനെയും സീതാദേവിയെയും ഓർക്കുക. നിങ്ങൾക്കറിയാവുന്നവരോടൊക്കെ പറയുക, ഇന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും വിവാഹ വാർഷികമാണെന്ന്. നമ്മൾ അങ്ങനെ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാളുകളായിട്ട് വേണം ഈ ദേവീ ദേവന്മാരെ കാണാൻ. അപ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കും. അങ്ങനെ നമ്മൾ ഭഗവാനെ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെ സ്നേഹിച്ച് മാത്രമേ ഒരു ഭക്തി എന്ന തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോവുകയോ വഴിപാട് ചെയ്യുകയോ ഒന്നും ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് നമ്മൾ ഈശ്വരനെ കാണുക, എന്നിട്ട് ഈശ്വരനോട് സംസാരിക്കുക, ഈശ്വരന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കുടുംബത്തിൽ ഇപ്പം നമ്മുടെ അനിയനോ അനിയത്തിക്കോ അതല്ല നമ്മുടെ മക്കൾക്കോ ഒക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതേപോലെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഭഗവാന്റെ വിവാഹ വാർഷിക ദിനത്തിൽ നിങ്ങൾ രാവിലെ ഭഗവാന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന് എന്തെങ്കിലും ഒരു പലഹാരം, ഒരു മധുര പലഹാരം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഉച്ചയ്ക്ക് നിങ്ങൾ സസ്യാഹാരം കഴിക്കാൻ കഴിയുന്നെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക. കാരണം 18 ചമ്പഷഷ്ടിയാണ്. ഞാൻ വീഡിയോ ഇടാം,
അപ്പം ഒരിക്കലെടുക്കണം. ഷഷ്ടിവ്രതം എടുക്കുന്ന എല്ലാവരും ഒരിക്കലെടുക്കണം. വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ഷഷ്ടി തിഥിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് 17-ാം തീയതി ഞായറാഴ്ച നിങ്ങളെല്ലാവരും ഒരിക്കലെടുക്കണം. കാരണം നമ്മൾ ഒരുപാട് ആളുകൾ സ്കന്ദഷഷ്ടി എടുത്തവരാണ്. അപ്പോൾ പിറ്റേ ഉള്ള എല്ലാ ഷഷ്ടികളും നമ്മൾ എടുക്കുന്നത് വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും. പിന്നെ ആദ്യമായി എടുക്കുന്നവരാണെങ്കിൽ ഓരോ തവണയും ഓരോ ഷഷ്ടിക്കും വെക്കേണ്ടുന്ന വഴിപാടുകൾ എന്താണെന്നുള്ളത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ സ്കന്ദഷഷ്ടി എടുക്കേണ്ടത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരും പോയി കാണണം. കണ്ടിട്ട് അത് നിങ്ങൾ ഓരോ ഷഷ്ടിക്കും എന്താണ് വഴിപാട് വെക്കേണ്ടതെന്ന് അതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തതാണെങ്കിൽ എന്ത്, രണ്ടാമത്തതാണെങ്കിൽ എന്ത്, അങ്ങനെ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പോൾ നിങ്ങൾ ഡിസംബർ 17-ാം തീയതി ഒരിക്കൽ ഉണ്ണാൻ കഴിയുന്നെങ്കിൽ, അതല്ലെങ്കിൽ ശുദ്ധാഹാരത്തിൽ ഇരിക്കാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ ഇരിക്കുക. ഒരു നേരം അരിയാഹാരം ഭക്ഷിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്നെങ്കിൽ ഇരിക്കുക. അപ്പം നമ്മൾ ഷഷ്ടിവ്രതത്തിൻ്റെ തലേദിവസവുമാണ്, ഭഗവാന്റെ വിവാഹ വാർഷികവുമാണ്. അപ്പോൾ ആ രീതിയിൽ ശുദ്ധാഹാരത്തിലിരിക്കുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. നിങ്ങൾ വിളക്ക് കത്തിച്ച് രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് നെയ്വിളക്ക് കത്തിക്കാൻ പറ്റുന്നെങ്കിൽ കത്തിക്കുക. കാരണം ഭഗവാൻ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഭഗവാൻ നാരായണനും ലക്ഷ്മി ദേവിയും തന്നെയാണ്, അവരുടെ അവതാരങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. പിന്നെ ഏതൊരു പ്രാർത്ഥനയും ചെയ്യുന്നതിന് മുമ്പ് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഹനുമാൻ സ്വാമിയെ എങ്ങനെ പ്രാർത്ഥിക്കണം, അതിൻ്റെ നാമങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിനു മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണുക. അതുപോലെ ബാലകാണ്ഡം, രാമായണത്തിലെ ബാലകാണ്ഡം വായിക്കുന്നത് വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും അന്നത്തെ ദിവസം. കാരണം ബാലകാണ്ഡത്തിലാണ് സീതാദേവിയെ ഭഗവാൻ വിവാഹം കഴിക്കുന്ന ഭാഗം വർണ്ണിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ആ ഒരു അധ്യായം വായിക്കുന്നതും വളരെ വളരെ നല്ലതാണ്. ഒന്നുകിൽ ബാലകാണ്ഡം മുഴുവൻ വായിക്കുക, അതല്ലെങ്കിൽ അത്രയും പോർഷൻ. ഇതൊന്നുമില്ലെങ്കിൽ ഭഗവാന്റെ ഈ നാമങ്ങൾ ജപിക്കുക. രാമരാമ എന്നെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരോടും പറയുക, വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളോടൊക്കെ ഇന്ന് ഇതാണ് പ്രത്യേകത എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. പാനകം ഭഗവാന് നൈവേദ്യമായി വെക്കുന്നത് വളരെ നല്ലതാണ്. പാനകം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് പാനകം എങ്ങനെ തയ്യാറാക്കി വെക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ക്ഷേത്ര ദർശനം അത് മുടക്കാതിരിക്കുക. അന്നത്തെ ദിവസം ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് പോയി തൊഴുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുന്നതും വളരെ നല്ലതാണ്. കാരണം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, രാമനും കൃഷ്ണനും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അവിടെ പോയി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിലോ പോയി തൊഴുന്നത്, ഇനി അതല്ല ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും പോയി തൊഴുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞായറാഴ്ച ദിവസം ചെയ്യേണ്ടത്. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഷഷ്ടിവ്രതമാണ്. അപ്പോൾ ഷഷ്ടിവ്രതത്തിന് വേണ്ടി തയ്യാറെടുക്കുക. ഷഷ്ടിവ്രതം ഒരു കാരണവശാലും മുടക്കരുത്. നിങ്ങൾ സ്കന്ദഷഷ്ടി എടുത്ത എല്ലാവരും പിന്നീടുള്ള ഷഷ്ടിവ്രതങ്ങൾ എടുക്കുക. നമ്മൾ പറയുന്ന വ്രതങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വ്രതങ്ങളൊന്നുമല്ല. അത് വളരെ ലഘുവായിട്ടാണ് നമ്മൾ വ്രതത്തെ പറ്റി പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാവരും ചെയ്യുക. അപ്പം തലേ ദിവസം ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഹനുമാൻ സ്വാമിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ പിറ്റേ ദിവസം ഷഷ്ടിയും കൂടെ ആയതുകൊണ്ട് വേലായുധ സ്വാമിയുടെ പ്രാർത്ഥനകൾ കൂടി നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മഹാദേവനെയും കൂടെ പ്രാർത്ഥിക്കണം. കാരണം ചമ്പഷഷ്ടിക്ക് ഇവർ രണ്ടുപേരുടെയും പ്രാധാന്യമുണ്ട്, ഭഗവാൻ മഹാദേവൻ്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും. അപ്പം ഇവരെയും കൂടെ, അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞായറാഴ്ച ദിവസം ഉൾപ്പെടുത്തേണ്ട ദേവതകൾ എന്ന് പറയുന്നത് 1 ശ്രീരാമചന്ദ്രൻ, 2 സീതാദേവി, 3 ഹനുമാൻ സ്വാമി. വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക. അതുകൂടാതെ മഹാദേവനെയും സുബ്രഹ്മണ്യ സ്വാമിയും. അപ്പം ഇത്രയും ആളുകളെ ഓർത്ത് ഞായറാഴ്ച ദിവസം രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുക. ശുദ്ധാഹാരത്തിലിരിക്കുക. ഭഗവാൻ എന്തെങ്കിലും ഒരു മധുരപലഹാരം നൈവേദ്യമായി വെക്കുക. രാവിലെയും വൈകുന്നേരവും നെയ്വിളക്ക് കത്തിക്കാൻ പറ്റുന്നെങ്കിൽ നെയ്വിളക്ക് കത്തിക്കുക. ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവനവൻ്റെ യഥാശക്തി എന്തെങ്കിലും ഒരു വഴിപാട്, ഒന്നുകിൽ ഒരു തുളസിമാലയോ അതല്ലെങ്കിൽ ഒരു വിളക്കോ അതല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു പുഷ്പങ്ങളോ അല്ലെങ്കിൽ ഓരോ രൂപ ഒന്ന് കാണിക്കയിടുകയോ ചെയ്യുക. ഇത്രയുമാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകും. ഹരേ കൃഷ്ണ.